എ.കെ. ഷാനൂബ് കൂടി ചേരുന്നുണ്ട്. എ.കെ. ഷാനൂബ്, താഴെത്തട്ടിൽ നിന്ന് ലഭിച്ച പ്രതികരണങ്ങളും അനുഭവങ്ങളുമാണ് പാലോട് രവി സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ അഭിപ്രായമായി പറയുന്നത്. ഇപ്പോൾ അദ്ദേഹം രാജിവെച്ചു എന്നുള്ള വാർത്തകൾ വരുന്നു. പാലോട് രവി സ്വയം രാജിയിലേക്ക് പോയതാണോ അതോ രാജിവെപ്പിച്ചതിന്റെ സൂചനകളാണോ ഇത്തരം ഈ സംഭവ വികാസങ്ങളൊക്കെ കാണുമ്പോൾ തോന്നുന്നത്? തീർച്ചയായും ഞാൻ ആ വാർത്ത ഇങ്ങനെ കാണുകയായിരുന്നു. അപ്പൊ പാലോട് രവി പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായും അദ്ദേഹത്തിന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ അദ്ദേഹത്തിന് കിട്ടിയ ഫീഡ്ബാക്കിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ്. അദ്ദേഹം പറഞ്ഞ എന്താണ്, പരസ്പരം ആ പാർട്ടി നേതാക്കൾ തമ്മിൽ ഒരു ബന്ധമില്ല, പരസ്പര ഐക്യമില്ല, ഓരോരുത്തരും ഓരോ വഴിക്ക് പോകുന്നു, ഗ്രൂപ്പിന് വേണ്ടി ചാവേറാകുന്നു, ഗ്രൂപ്പ് പ്രവർത്തനം നടത്തുന്നു, താഴെത്തട്ട് പ്രവർത്തകരില്ല, വീട് കയറി പ്രവർത്തിക്കാൻ ആളില്ല. ഇതെല്ലാം ഈ കാര്യങ്ങളാണ് പാലോട് രവി പറഞ്ഞത്. ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞങ്ങൾ മുൻകാലങ്ങളിൽ ഓരോ ഘട്ടത്തിലും പറഞ്ഞ കാര്യമാണ്. പാർട്ടി എന്ന് പറയുന്നത് ഏതാനും ചില ആളുകളുടെ കയ്യിലെ കളിപ്പാവയായി മാറിക്കൊണ്ടിരിക്കുകയാണെന്നും താഴെത്തട്ടിൽ ഈ പാർട്ടി ഇല്ല എന്ന വിമർശനം തന്നെയാണ് പ്രധാനമായും ഞങ്ങളൊക്കെ ഉന്നയിച്ചത്. അതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങളൊക്കെ ആ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടത്. അപ്പൊ പാലോട് രവിയെയും അതുപോലെ തന്നെ സത്യം വിളിച്ചു പറഞ്ഞതിന്റെ പേരിൽ അദ്ദേഹം അറിഞ്ഞോ അറിയാതെയോ അത് പൊതുസമൂഹത്തിന് മുമ്പിലെത്തി. പക്ഷെ അതിന്റെ പേരിൽ അദ്ദേഹത്തെ പാർട്ടി നിർബന്ധപൂർവ്വം രാജിവെപ്പിച്ചതാവാനേ വഴിയുള്ളൂ. കാരണം അദ്ദേഹം അതിനുശേഷം മാധ്യമങ്ങളെ കാണുകയും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ എങ്ങനെയാണെന്നൊക്കെ വിശദീകരിക്കാനൊക്കെ ശ്രമിച്ചതാണ്. സ്വാഭാവികമായും പാർട്ടി ഏതാനും ചില ആളുകളുടെ നിർബന്ധത്തിന് വഴങ്ങി രാജിവെക്കേണ്ട ഒരു നിർബന്ധിത സാഹചര്യം ഉണ്ടായതാവാനേ വഴിയുള്ളൂ. എന്തായാലും ഈ സത്യങ്ങളൊക്കെ ചില നേതാക്കൾ പറഞ്ഞതായിട്ട് ഞാൻ അറിഞ്ഞത്, പാലോട് രവി പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണ്. പക്ഷെ അത് ഇങ്ങനെ പൊതുമധ്യത്തിൽ പറയാമോ എന്നുള്ളതാണ് നേതാക്കളുടെ പ്രശ്നം. അപ്പൊ ഇതെല്ലാം ഈ ശബ്ദ സംഭാഷണത്തിൽ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 3-ാം സ്ഥാനത്തേക്ക് പോകും UDF-ഉം കോൺഗ്രസും എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ 2-ാം സ്ഥാനത്ത് ആരാണെന്നുള്ള ചോദ്യമുണ്ട്. അത് BJP ആണ് ഉദ്ദേശിക്കുന്നത്. അതിലൊരു ഭാഗത്ത് കോൺഗ്രസിലെ തന്നെ പല ആളുകളും പണം വാങ്ങി BJP-യിലേക്ക് പോകും എന്നുള്ള തരത്തിലുള്ള പ്രതികരണങ്ങൾ പോലും അദ്ദേഹം നടത്തുന്നുണ്ട്. അതായത് അത്രയും ഗുരുതരമായ ഒരു സാഹചര്യം താഴെത്തട്ടിൽ കോൺഗ്രസിന് ഉണ്ട് എന്നുള്ളത് നേതൃത്വത്തിൽ തന്നെ ബോധ്യപ്പെട്ടിട്ടുണ്ട് അല്ലേ? അതെ, അത് അദ്ദേഹം ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളുടെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയുന്നതാണ്. അല്ലാതെ ഒരു പുതിയ കാര്യം കണ്ടുപിടിച്ച് പറയുന്നതല്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ പണം വാങ്ങി എങ്ങനെയാണ് കോൺഗ്രസ് നേതാക്കൾ പ്രവർത്തിച്ചത്, അതിന്റെ തുടർച്ചയുണ്ടാകും. വരാൻ പോകുന്ന അദ്ദേഹം കൃത്യമായിട്ട് ഏതൊക്കെയോ മണ്ഡലങ്ങളടക്കം നമ്പറുകൾ എടുത്ത് പറയുന്നുണ്ട്. അപ്പൊ അത് കൃത്യമായി കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഏതൊക്കെ നേതാക്കൾ പണം വാങ്ങാനിരിക്കുന്നു, ആരൊക്കെയാണ് മറിച്ചു കുത്താനിരിക്കുന്നത് എന്നൊക്കെയുള്ള കൃത്യമായ ധാരണയുടെ അടിസ്ഥാനത്തിൽ പറയുന്നതാണ്. അത് ആ പാർട്ടിക്കകത്ത് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഇനി വരാനിരിക്കുന്ന വലിയ പൊട്ടിത്തെറിയുടെ ഭാഗമായിട്ട് ഉണ്ടായ ഒരു പ്രതികരണമാണ്. ഒരു ബ്ലോക്ക് സെക്രട്ടറിയോ മറ്റോ വിളിച്ചപ്പോഴാണ് DCC പ്രസിഡന്റായിരിക്കുന്ന ഒരാൾ ഈ കാര്യങ്ങൾ പറയുന്നതെങ്കിൽ അത് ആ പാർട്ടിക്കകത്ത് എല്ലാവരും രഹസ്യമായി പരസ്പരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെയാണ്. ഈ പാർട്ടി BJP-യിലേക്ക് ആളുകൾ കൊഴിഞ്ഞു പോകുന്നു, പണം വാങ്ങി വോട്ട് മറിച്ച് കൊടുക്കുന്നു, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആ പാർട്ടിക്കകത്ത്, പ്രത്യേകിച്ചും തിരുവനന്തപുരത്ത് നമുക്കറിയാമല്ലോ എങ്ങനെയാണ് കോൺഗ്രസിന്റെ വളർച്ച എങ്ങോട്ടാണ്, BJP എവിടേക്ക് കയറി വരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാമല്ലോ. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു യാഥാർത്ഥ്യ ബോധത്തോടു കൂടിയുള്ള ഒരു വിലയിരുത്തൽ പാലോട് രവി രഹസ്യമായി നടത്തിയത് ഇപ്പൊ പുറത്തു വന്നു എന്നുള്ളത് മാത്രമാണ്. അതിന്റെ പേരിൽ നടപടി എടുക്കുന്നു എന്നുള്ളതാണ്. ഇപ്പൊ ഈ നടപടി എടുക്കുന്നതിന് പകരം ആ പറഞ്ഞ കാര്യങ്ങളെ തിരുത്താനോ അതിനെ മുഖവിലക്കെടുത്ത് അതിന് പരിഹാരം കാണാനോ ഒന്നും ഇവർ ശ്രമിക്കാൻ പോകുന്നില്ല. കാരണം ഈ നടപടിയെടുക്കുന്ന ആളുകൾ തന്നെ ഈ ഇത്തരത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റുകൾക്കും ഇത്തരത്തിലുള്ള BJP-യുമായിട്ട് ഒക്കെയുള്ള ബന്ധത്തിനെ കുറിച്ചൊക്കെ വാർത്തകൾ പുറത്തു വന്നതാണ്. എങ്ങനെയാണ് സംഘപരിവാറുമായിട്ടുള്ള കോൺഗ്രസ് നേതാക്കളുടെ പ്രധാന നേതാവായിട്ടുള്ള പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ആളുകളുടെ ബന്ധം എന്നുള്ളതൊക്കെ ഈയിടെ പുറത്തു വന്നിട്ടുള്ളതാണ്. അപ്പൊ അതിന്റെ ഒരു തുടർച്ചയായി കേരളത്തിൽ കോൺഗ്രസ് പാർട്ടിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അപജയങ്ങളെ കുറിച്ച് പ്രാദേശിക ഒരു നേതാവിനോട് ഒരു DCC-യുടെ അധ്യക്ഷൻ പറഞ്ഞതിന്റെ വ്യക്തമായ ശബ്ദ സന്ദേശമാണ് നമ്മൾ കഴിഞ്ഞ മണിക്കൂറുകളായിട്ട്. അത് പുറത്തു വന്ന സാഹചര്യം കൂടി ഉണ്ടല്ലോ. ഈ DCC നേതൃസ്ഥാനങ്ങളിലടക്കം നേതൃസ്ഥാനത്തേക്ക് വേണ്ടിയുള്ള പിടിവലികൾ അത്ര കണ്ട് നടക്കുന്നുണ്ട് കോൺഗ്രസിൽ. അപ്പോൾ അതിന്റെ ഭാഗമായാണ് ഇത് പുറത്തു വന്നത് എന്നുകൂടി കരുതിക്കൂടെ ഷാനൂബ്? അല്ല, ഞാൻ പറഞ്ഞത് പൂർണ്ണമായും അത് തന്നെയാണ്. അതായത് പാലോട് രവി പറയുന്നതും അത് തന്നെയാണ്. വ്യക്തികൾ തമ്മിൽ പരസ്പര ബന്ധമില്ല, ഐക്യമില്ല, പരസ്പരം കൂടിയാലോചനകളില്ല. ഓരോരുത്തരും അവരവരുടെ സ്ഥാനം സംരക്ഷിക്കാനും മറ്റുള്ളവരെ ചവിട്ടി അരയ്ക്കാനുമുള്ള
തീവ്ര പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. താഴെ തട്ടിൽ പ്രവർത്തകരെ ഉണ്ടാക്കാനോ ഒരാൾ ഇങ്ങോട്ട് വിളിച്ചാൽ നേരെ വടക്കോട്ട് വിളിച്ചാൽ തെക്കോട്ട് പോകുന്ന പ്രവർത്തകരും താഴെത്തട്ടിലുണ്ടാകുന്നു. അതേപോലെ അതിനനുസരിച്ചുള്ള നേതാക്കളുണ്ടാകുന്നു. പാലോട് രവിക്കെതിരെയുള്ള ഇവരുടെ ഒരു ഗൂഢാലോചനയൊക്കെ തുടങ്ങിയിട്ട് കുറെ കാലമായി നമ്മൾ ഓരോ ദിവസവും ഓരോ വാർത്തകളായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ പരിസമാപ്തി ഇതുപോലെ ഒരു വോയിസ് റെക്കോർഡ് പുറത്തുവിട്ടതിന് ശേഷം മണിക്കൂറുകൾക്കുള്ളിൽ ഒരു നടപടിയുമായിട്ട് വരുന്നു. അപ്പൊ ഈ ഘട്ടത്തിൽ പാലോട് രവിയുടെ എതിർ വിഭാഗം വിജയിച്ചിരിക്കുന്നു. ഇനിയിപ്പോ പാലോട് രവിയുടെ ടേണാണ്. ഇനി അദ്ദേഹത്തിന്റെ ഭാഗമായിട്ട് ഒരു ഗെയിം ഉണ്ടാകുന്നു. അതിൽ ആരൊക്കെ വിജയിക്കും, ആരൊക്കെ വീണുപോകും, ഇനി ആരൊക്കെയാണ് DCC പ്രസിഡന്റായിട്ട് വരാൻ പോകുന്നത്, അതിൽ ആരൊക്കെയാണ് എതിർപ്പുണ്ടാകുന്നത്, അങ്ങനെ തുടങ്ങി ഇതൊരു മാലപ്പടക്കത്തിന് തിരികൊളുത്തിയിരിക്കുകയാണ്. അതിന്റെ തുടർ ചലനങ്ങൾ ഉണ്ടാകും. ഇത് തിരുവനന്തപുരത്തെ മാത്രം പ്രശ്നമല്ല, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള കോൺഗ്രസ് പാർട്ടി നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഇത്തരത്തിലുള്ള പരസ്പരം പാരവയ്ക്കുന്ന ഏത് ഗ്രൂപ്പാണ് എന്ന് പണ്ടൊക്കെ കൃത്യമായിട്ട് ഗ്രൂപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. കരുണാകരൻ ഗ്രൂപ്പ്, ഉമ്മൻചാണ്ടി ഗ്രൂപ്പ്, അല്ലെങ്കിൽ AK ആന്റണി ഗ്രൂപ്പ്, അങ്ങനെ ഗ്രൂപ്പുകളുടെ ഒരു വ്യക്തത ഉണ്ടായിരുന്നു. ഇപ്പോ അവനവന്റെ സ്ഥാനത്തിന് വേണ്ടി ഇപ്പൊ നിൽക്കുന്ന ആളുകളെ എങ്ങനെ അവിടെ നിന്ന് മാറ്റാം എന്ന തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ച് മാത്രം ആലോചന നടത്തിക്കൊണ്ടിരിക്കുന്ന സംവിധാനമായിട്ട് കോൺഗ്രസ് മാറിയിരിക്കുകയാണ്. അതിന് BJPയുടെ സഹായം സ്വീകരിക്കുന്ന ഒരു നേതാക്കൾ ഒരു ഭാഗത്തുണ്ടാകുന്നു. പണമിറക്കി പാർട്ടി പിടിക്കാൻ ശ്രമിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ടാകുന്നു. ഇപ്പൊ തന്നെ നമുക്കറിയാം, വയനാടുമായി ബന്ധപ്പെട്ട് നടത്തിയ പിരിവിന്റെ പണം അത് എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയാൻ പോലും കോൺഗ്രസിന് സാധ്യമാകുന്നില്ല. അപ്പൊ ഒരു വിഭാഗം ആളുകൾ ഈ അവസാനം കൗക്കോല് ഊരിക്കൊണ്ടുപോവാ, കത്തി പുര കത്തുമ്പോ കൗക്കോല് ഊരിക്കൊണ്ടുപോകാന്ന് പറഞ്ഞ പോലെ കിട്ടാവുന്നിടത്തോളം പണം അടിച്ചു മാറ്റാൻ ഒരു വിഭാഗം ശ്രമിക്കുന്നു. സ്ഥാനമാനങ്ങൾ കിട്ടാൻ വേണ്ടി മറ്റുള്ളവർക്കെതിരെ ഗൂഢാലോചനകൾ നടത്തുന്നു. ഇങ്ങനെ ഒരു ഗൂഢസംഘമായി ഒരു പാർട്ടിയാണ് എന്ന് പോലും വിളിക്കാൻ കഴിയാത്ത തരത്തിൽ പരസ്പരം പാരവയ്ക്കുന്ന, പരസ്പരം കണ്ടാൽ മിണ്ടാത്ത, KPCC പ്രസിഡന്റ് പ്രതിപക്ഷ നേതാവിനെ വിളിച്ചതൊക്കെ നമ്മൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ചർച്ച ചെയ്തതാണ്. അതുപോലെയാണ് ഇവർ ഓരോരുത്തരും പരസ്പരം അഭിസംബോധന ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു പാർട്ടി എങ്ങനെയാണ് ഇനി ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത് എന്നുള്ളതൊക്കെ അവർ തന്നെ ആലോചിക്കേണ്ടതാണ്. എന്ത് തന്നെ ആയാലും തുടർച്ചയാണ് ഈ രാജി, ഈ സംഭവ വികാസങ്ങൾ ഒക്കെയും എന്നുള്ളതാണ്